ഇന്നത്തെ ഒരു കാലത്ത് നമ്മളെല്ലാവരും ഈ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഒത്തിരി ഇങ്ങനെ കൂനിപ്പിടിച്ചിരുന്ന് ജോലി ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേർക്ക് പല കൈൻഡ് ഓഫ് മസിൽ പെയിൻസ് ഒക്കെ കാണാറുണ്ട്. ഒരുവിധമുള്ള എല്ലാ ക്രോണിക് പെയിൻ കണ്ടീഷൻസിലും നമുക്ക് ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ് കൊണ്ട് ബെനിഫിറ്റ്സ് കിട്ടാറുണ്ട്. എന്നാൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് പറഞ്ഞാൽ ഒന്ന് ആർത്രൈറ്റിസ്, ജോയിൻറ്റിൻ്റെ വേദന, അത് നീർക്കെട്ട് കാരണമുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആകാം, അല്ലെങ്കിൽ തേയ്മാനം ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ആകാം. പിന്നെ നടുവേദന, ലോ ബാക്ക് പെയിൻ, ഒരുപാട് കാരണങ്ങൾ കൊണ്ടാകാം. ഡിസ്ക് കൊണ്ടാകാം, അല്ലെങ്കിൽ പേശികൾ കൊണ്ടാകാം, ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നടുവേദന ഉണ്ടാകാം. പിന്നെ നെർവ്സിൻ്റെ ന്യൂറോപ്പതിക് പെയിൻ, നെർവ് പെയിൻ നമ്മൾ പറയും. ഡയബറ്റിക് പേഷ്യൻസിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണാവുന്ന ന്യൂറോപ്പതിക് പെയിൻ. പിന്നീട് മസിൽ പെയിൻസ്, മയോഫേഷ്യൽ പെയിൻ സിൻഡ്രോം, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത് നമ്മളെല്ലാവരും ഈ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഒത്തിരി ഇങ്ങനെ കൂനിപ്പിടിച്ചിരുന്ന് ജോലി ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേർക്ക് പല കൈൻഡ് ഓഫ് മസിൽ പെയിൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻസിൽ ഓൾമോസ്റ്റ് എല്ലാ മസ്കുലോസ്കെലറ്റൽ പെയിൻ കണ്ടീഷൻസിലും, അതിപ്പോൾ നീ ആകാം, ഷോൾഡർ ആകാം, ലോ ബാക്ക് ആകാം, മസിൽ പെയിൻസ് ആകാം, നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പെയിൻ ജനറേറ്റർ ഐഡൻറ്റിഫൈ ചെയ്താൽ ഇൻ്റർവെൻഷണൽ പെയിൻ കൊണ്ട് നമുക്ക് നല്ല ബെനിഫിറ്റ്സ് നൽകാവുന്നതാണ്. അതെ, ഈ അനാവശ്യമായ പെയിൻ കില്ലേഴ്സും മറ്റൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ടും കുറച്ച് അഡ്വേഴ്സ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് പേഷ്യൻസിന് പെയിൻ റിലീഫ് നൽകാൻ പറ്റും.